ഉത്സവ നിറവിൽ മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. നാടെങ്ങും ആഘോഷത്തിമിർപ്പിലാണ്. തിരുവനന്തപുരത്ത് വലിയ ആഘോഷം നടക്കുന്നു. കനകക്കുന്ന് ഭാഗത്തെല്ലാം അവിടെ നിന്ന് സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, ലൈറ്റൊക്കെ ഓണായി വലിയ ആഘോഷ തിരക്കിലേക്ക് തിരുവനന്തപുരം മാറുന്ന കാഴ്ചയാണ്. വലിയ തിരക്കാണോ? എന്തൊക്കെയാണ് കാഴ്ചകൾ? അതേ തന്നെയാ, വലിയ തിരക്കാണ്. സാഗരമാണ് കനകക്കുന്നിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് ലൈവ് തുടങ്ങിയത്. അപ്പോൾ 1-2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റില്ല. എന്താ പറയേണ്ടത്, 100,000 പേർ, അത്രയും പേരാണ് ഇവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെയും കൂടിച്ചേരലിന്റെയും ഒക്കെ ഉത്സവമാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കനകക്കുന്നിൽ ഒരു വസുദേവ കുടുംബകം എന്ന ഒരു സങ്കല്പം, എല്ലാവരും ഒരു കുടുംബമാണെന്ന പോലെ ഈ കനകക്കുന്നിൽ എല്ലാവരും എത്തിച്ചേരുകയാണ്, സ്നേഹം പങ്കിടുകയാണ്, അതുപോലെ തന്നെ അവർ ആഘോഷിക്കുകയാണ്. ഇവിടെ വിവിധ വേദികളിലായി വിവിധ പരിപാടികളുണ്ട്. അതുപോലെ ശിങ്കാരിമേളം കൊട്ടിക്കേറുന്നതുമൊക്കെ നമ്മൾ മുന്നേ കണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലൈറ്റിംഗ് തന്നെയാണ്. നിങ്ങൾ പല ഭാഗങ്ങളിൽ പല കോണുകളിലായിട്ടും കാണുന്നുണ്ടാകും. പല വിധത്തിലുള്ള ലൈറ്റുകളുടെ ഒരു മാമാമുഖം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ദീപാലങ്കാരം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. രാത്രി ഏറെ വൈകിയും ഒട്ടനവധി പേരാണ് ഈ ലൈറ്റുകൾ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. തിരുവോണമുണ്ട്. ഈ ഇന്നലത്തെ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ടും തിരുവോണമുണ്ടിട്ടും ആർക്കും ഒരു ക്ഷീണവുമില്ല. ഒട്ടനവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം അവരുടെ ഒരു ആവേശവും കാര്യങ്ങളും ഒക്കെ. ഹലോ, ഓണം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. തിരുവോണം ഉണ്ടിട്ടും ക്ഷീണമൊന്നും ഇല്ല? ഇല്ല. തിരുവനന്തപുരത്ത് വരുമ്പോ പിന്നെ തിരുവോണം ഉണ്ടാകാൻ പറ്റില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ എറണാകുളം. അപ്പൊ കേൾക്കാമോ? ഇത് കാണാൻ വേണ്ടി വന്നതല്ല, ഇവിടെയാ വീട്. കേൾക്കാൻ തന്നെ. സനിസ, അത് അശ്വതിയാണ്, എന്റെ കൂട്ടുകാരിയാണ് അശ്വതി. ധന്യ, അശ്വതി. ഹാപ്പി ഓണം. ഞാൻ ആക്ച്വലി ന്യൂസ് 18 വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പൊ തന്നെയാണ് വായിക്കുന്നത്. അപ്പൊ തന്നിക്ക് എന്തായാലും നേരിട്ട് ഇങ്ങനെ ഒരു ഹായ് കൊടുക്കാൻ പറ്റി. ഹാപ്പി ഓണം. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയാണ് അളിയെ കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാപ്പി ഓണം. ശരി. അതെ, നമ്മളിപ്പോൾ ഈ സാഹോദര്യത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ധന്യയുടെ സുഹൃത്തിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അത്തരത്തിൽ ഇവിടെ ഒട്ടനവധി പേരാണ് സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ ആയിട്ട് വന്ന് ആസ്വദിക്കുന്നത്. ഈ വൈക്കോൽ കൂനയിലേക്ക് നമ്മൾ ആ ഒരു വൈക്കോൽ കൂന നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇത് ഈ കാണുമ്പോൾ അത്ര സിമ്പിൾ അല്ല. ഇതിൽ ഒരാൾ നടന്നു പോയാൽ വഴിതെറ്റും, പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു ഈ കനകക്കുന്നിൽ വരുന്നവരെ ആവേശം കൊള്ളിച്ച ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ പിന്നീട് ഇതിലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും തരത്തിലൊരു സ്പാർക്ക് എങ്ങാനും വീണാൽ ഇതിലെന്തെങ്കിലും അപകടം പറ്റുമോ എന്ന തരത്തിലൊരു സംഭവം വന്നപ്പോൾ ഇത് നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ ഇത് തുടങ്ങിയ ദിവസം വളരെ ഒട്ടനവധി പേരാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയത്. അങ്ങനെ എന്നിട്ട് ഇറങ്ങാൻ പറ്റാത്തതൊക്കെ വളരെ രസകരമായ കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഇപ്പൊ 2 പേര് സെൽഫി എടുക്കുന്നുണ്ട്. ഇത് സെൽഫിയുടെ കാലമാണല്ലോ. ഹലോ, ഹായ്. എങ്ങനെയുണ്ട് ഓണമൊക്കെ? അടിപൊളിയാണ്. ഫോട്ടോ ഒക്കെ എടുത്തോ? ഈ ലൈറ്റിങ്ങിലൊക്കെ എടുത്തു. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ലൈറ്റുകൾ തന്നെ. അതെ. അപ്പൊ ദൂരെ എന്ന് പറയുമ്പോ മറ്റേ ചൈനയിലൊക്കെ പോകുന്ന ഒരു വൈബ്, ആ ലൈറ്റിംഗ് ഉണ്ടല്ലോ. നിങ്ങൾ കൊറിയൻ ഫാൻസ് ആണോ? അതെ. തിരുവനന്തപുരത്തെ ഓണക്കാഴ്ചകളാണ് സനിസ കാണിച്ചത്. കനകക്കുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഓണാഘോഷം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.